friends, welcome back to new video. ഞാൻ റോഷ്നി മരിയ. ഇന്ന് നമ്മൾ ഹോട്ട് ഓയിൽ ട്രീറ്റ്മെന്റിന്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഓയിലൊക്കെ തേച്ചിരിക്കുകയാണ്. ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് വെറുതെ കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ട് നന്നായി തലയിൽ മസാജ് ചെയ്യാന്നാണ്. പക്ഷെ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഹോട്ട് ഓയിൽ ട്രീറ്റ്മെന്റ് ആണ്. ഇതെൻ്റെ ചേച്ചി ആഴ്ചയിൽ 2 പ്രാവശ്യം യൂസ് ചെയ്യുന്ന ഒരു ഹെയർ കെയർ ടിപ്പ് കൂടിയാണ്. അപ്പോൾ ഞാൻ ചേച്ചിയുടെ ഹെയറിൽ തന്നെയാണ് ഈ ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് വീഡിയോ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോ കാണാം. നമ്മൾ ഈ ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് തൈരാണ്. ഞാൻ 3 സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. തൈര് നമ്മുടെ മുടിയെ നന്നായി മോയ്സ്ചറൈസ് ചെയ്യും. അതുപോലെ തന്നെ ഡാൻഡ്രഫിനെ റിമൂവ് ചെയ്ത് നമ്മുടെ ഹെയർ സ്ട്രോങ് ആക്കും. ഞാനിനി തൈരിലേക്ക് 20 കുരുമുളക് ആഡ് ചെയ്യുന്നുണ്ട്. അത് കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാൻ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ചിലപ്പോൾ അത് നന്നായി ബ്ലെൻഡ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു 20 കുരുമുളകിൻ്റെ അളവനുസരിച്ച് നിങ്ങൾ പെപ്പർ പൗഡർ ഇതിൽ മിക്സ് ചെയ്താലും മതി. ഇനി നമ്മൾ ഇതൊരു കോട്ടൺ ഡിപ്പ് ചെയ്തിട്ട് ഇത് നന്നായി നമ്മുടെ സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കുരുമുളക് എടുക്കുമ്പോൾ അധികം എടുക്കരുത്. കാരണം ചിലർക്കെങ്കിലും അത് സ്കാൽപ്പിൽ ചിലപ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ ഒരു 20 എണ്ണത്തിൻ്റെ ഒരു പെപ്പർ പൗഡർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ 20 കുരുമുളക് എടുത്താൽ മതിയാവും. ഈ തൈരും കുരുമുളകും നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നത് വഴിയുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ നരയ്ക്കാതിരിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ കുരുമുളകിലുള്ള വിറ്റമിൻ സി നമ്മുടെ സ്കാൽപ്പിലെ ഡെഡ് സ്കിൻ സെൽസിനെ റിമൂവ് ചെയ്യും. അതുപോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻ സ്കാൽപ്പിലുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഹെയർ ഫോളിനെ റിഡ്യൂസ് ചെയ്യും. ഇപ്പം നിങ്ങളുടെ ഹെയറിൻ്റെ കട്ടി കുറഞ്ഞു വരാണെങ്കിലോ അല്ലെങ്കിൽ ഹെയർ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ തൈരും കുരുമുളകും ഉപയോഗിക്കാവുന്നതാണ്. അത് വളരെ യൂസ്ഫുള്ളായിരിക്കും. ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റിന് മുൻപുള്ള ഹെയറിനെ മോയ്സ്ചറൈസ് ചെയ്യുന്നൊരു സ്റ്റെപ്പാണിത്. അപ്പോൾ ആരും ഇത് സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണം. തൈരാണ് നമ്മൾ മോയ്സ്ചറൈസറായിട്ട് നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാം. ഇനി നമ്മൾ ഓയിൽ ചൂടാക്കാൻ പോവാണ്. അപ്പോൾ ഏറ്റവും നല്ലത് ഓയിൽ ഡബിൾ ബോയിൽ ചെയ്യാണ്. കാരണം ഡയറക്റ്റ് ഓയിൽ ചൂടാക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ചെറു ചൂട് മതി. അപ്പോൾ നമുക്ക് ഡബിൾ ബോയിൽ ചെയ്താൽ മതി. നിങ്ങൾ സാധാരണ ഏത് ഓയിലാണ് യൂസ് ചെയ്യുക അത് തന്നെ ഇവിടെ ഡബിൾ ബോയിലിനായിട്ട് എടുത്താൽ മതിയാവും. ഒരു 2 മിനിറ്റ് ഡബിൾ ബോയിൽ ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് 1/2 സ്പൂൺ ക്യാംഫർ ആഡ് ചെയ്യാണ്. നമുക്കറിയാം കർപ്പൂരം മുടിക്ക് വളരെ നല്ലതാണ്. അത് സ്കാൽപ്പിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് വഴി നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനെ സോഫ്റ്റ് ആൻഡ് സിൽക്കി ആക്കാൻ ഈ കർപ്പൂരം സഹായിക്കും. ചിലപ്പോൾ ചിലരെങ്കിലും കർപ്പൂരം വെച്ച് എണ്ണ കാച്ചി യൂസ് ചെയ്യുന്നവരുണ്ടാവാം. അപ്പോൾ അത് കർപ്പൂരം വളരെ നല്ലതാണ്. നമ്മൾ ഈ കർപ്പൂരം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്കാൽപ്പിൽ ചെറിയൊരു നീറ്റലുണ്ടാവും. പക്ഷെ അത് കുഴപ്പമില്ല, നമ്മൾ അധികം എടുക്കാതിരുന്നാൽ മതി. അതുകൊണ്ട് 1/2 സ്പൂൺ എടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 സ്പൂൺ നാരങ്ങ നീര് ആഡ് ചെയ്യാണ്. ഈ പെപ്പർ ആയാലും ലെമൺ ആയാലും ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിനെ അത് ഫ്രിസ്സി ആക്കാതെ സ്കാൽപ്പിനെ നന്നായി ക്ലീൻ ചെയ്യും. അപ്പം നന്നായി നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ആവുന്നത് വഴിയാണ് നമുക്ക് ഈ ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നന്നായി ഇതും നമ്മൾ ഒരു കോട്ടൺ ഡിപ്പ് ചെയ്ത് നന്നായി സ്കാൽപ്പിൽ ഈ ഓയിൽ തേച്ച് പിടിപ്പിക്കുകയാണ്. എല്ലാവരും ഹോട്ട് ഓയിൽ മസാജ് പ്രിഫർ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
അത് ഹെയറിനെ നന്നായി സ്ട്രെങ്തൻ ആക്കും. അതുപോലെ തന്നെ ഹെയറിലെ ഡ്രൈനെസ് മാറ്റും. പിന്നെ സ്പ്ലിറ്റ് എൻഡ്സും ഡാൻഡ്രഫിനും എല്ലാത്തിനുള്ളൊരു നല്ലൊരു പരിഹാരം കൂടിയാണ് ഈ ഹോട്ട് ഓയിൽ മസാജിങ്. നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നത് വഴിയാണ് നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ മിനിമം 5 മിനിറ്റ് നന്നായി സ്കാൽപ്പിൽ മസാജ് ചെയ്യണം. നമ്മൾ ചിലപ്പോൾ തനിയെ മസാജ് ചെയ്യുമ്പോൾ സ്കാൽപ്പിൽ എല്ലായിടത്തും മസാജ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ചേച്ചിമാരോ അനിയത്തിമാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് നമുക്ക് മസാജ് ചെയ്ത് തരാൻ പറയാം. തിരിച്ചും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരും. ഇവിടെ തന്നെ കണ്ടില്ലേ, ഞാൻ ചേച്ചിക്ക് ആദ്യം മസാജ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ ചേച്ചീനെ വെറുതെ വിടില്ലല്ലോ, അപ്പോൾ ചേച്ചി എനിക്കും ചെയ്തു തന്നു. അങ്ങനെ അപ്പോൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയാൽ മതി. ചേച്ചി ആഴ്ചയിൽ 2 പ്രാവശ്യം ഇത് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ആകെ ആഴ്ചയിൽ 1 പ്രാവശ്യം യൂസ് ചെയ്യാറുള്ളൂ അല്ലേ? അതിൻ്റെ ഗുണം കാണാനുണ്ട്. ടോട്ടൽ നമ്മൾ അരമണിക്കൂർ ഇത് തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കഴുകി കളഞ്ഞാൽ മതി. അതായത് 10 മിനിറ്റ് തൈരിൻ്റെ പാക്കും പിന്നെ 20 മിനിറ്റ് ഈ ഓയിലും നന്നായി തേച്ച് മസാജ് ചെയ്യുക. ജലദോഷമൊക്കെ വരുന്നവരാണെങ്കിൽ ഇതൊരു 20 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ അടുത്തത് ഞാൻ ഏതെങ്കിലും ഒരു ബ്യൂട്ടി ടിപ്പായിട്ട് വരുന്നതാണ്. ബൈ ബൈ.